യെസ്, തമ്മിൽ കണ്ട പോലെ മിനിമം ഡെയിലി 500 രൂപ നിങ്ങൾക്കും ഉണ്ടാക്കാം. ഇതൊക്കെ എനിക്ക് ഇന്നൊരു ദിവസം കൊണ്ട് റിസീവ് ആയ ക്യാഷാണ്. ഈ വീഡിയോയിലെല്ലാം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കാണിച്ചു തരാം വിത്ത് 100% പ്രൂഫ്. വിഡ്രോവൽ സഹിതം ഞാൻ ലൈവായി കാണിച്ചു തരാം. വീഡിയോ ഫുള്ളായി കാണുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇതിനായി വേണ്ടത് ഒരു ബാങ്ക് അക്കൗണ്ടും പിന്നെ ഒരു UPI യുമാണ്. ഫോൺ പേ ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഫ്രയോ എന്ന UPI യും യൂസ് ചെയ്യാം. ഇത് അല്ലാതെ വേറെ ഇവർ അലോ ചെയ്യുന്ന UPI യും യൂസ് ചെയ്യാം. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വഴിയ വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഞാൻ മേജറായിട്ട് യൂസ് ചെയ്യുന്നത് ഫോൺ പേയും അതേപോലെ തന്നെ ഫ്രയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനുമാണ്. രണ്ടും നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എല്ലാം ഫിൽ ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ആ സെൻഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ OTP വരും. അത് ഫിൽ ചെയ്ത ശേഷം നിങ്ങൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് എല്ലാം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യാം. ദാറ്റ്സ് ഓൾ. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി മാത്രം കയറാൻ ശ്രമിക്കുക. കാരണം ഇതേപോലുള്ള ഒരുപാട് സ്കാം ലിങ്ക്സ് ഉണ്ട്. അതായത് സെയിം ഇൻ്റർഫേസിൽ സെയിം നെയിമിൽ ഒരുപാട് ലിങ്ക്സ് ഉണ്ടാകും. അതിലൊന്നും കയറിപ്പെടരുത്. സോ എല്ലാ പ്രൊസീജിയേഴ്സും ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യുക. സോ ഇത്ര ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. സോ നെക്സ്റ്റ് ലാസ്റ്റ് കാണിക്കുന്ന മൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവിടെയുള്ള കളക്ഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇവിടെ നിങ്ങളുടെ UPI നിങ്ങൾ ആഡ് ചെയ്യുക. ഞാൻ ഇവിടെ ഓൾറെഡി എൻ്റെ UPI ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ ആയിരിക്കും നമുക്ക് ക്യാഷ് വരിക. സോ ഇത്രയും ചെയ്യുന്നതിലൂടെ നമ്മുടെ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ഈ സൈറ്റിനെ നമുക്ക് ആപ്ലിക്കേഷൻ പോലെ നമ്മുടെ ഫോണിൽ കൊണ്ടുവരാൻ ഇവിടെ കാണുന്ന ആഡ് ടു ഡെസ്ക്ടോപ്പ് പ്രസ് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. സോ ഇതോടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ഇതിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം. അതിനു മുമ്പായി ഇതിൽ കാണിക്കുന്ന ARB എന്ന് പറയുന്ന ഒരു കോയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ 1 രൂപയ്ക്ക് സമമാണ്. അതായത് നമ്മുടെ 1 രൂപ തന്നെയാണ് ഇതിലുള്ള ARB എന്ന് പറയുന്നത്. സോ അതിന് ഈ ആപ്പിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. സോ എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇവിടെ 2 ഓപ്ഷനുണ്ട്, ബൈ ARB ആൻഡ് സെൽ ARB. സോ സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ ഇതിലെ ARB കോയിൻസിനെ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങും. അപ്പോൾ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ക്യാഷിനേക്കാളും കൂടുതൽ കോയിൻസ് കിട്ടും. എന്നിട്ട് നമ്മൾ അതിനെ ഇതിൽ സെല്ല് ചെയ്യും. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും. സിമ്പിളായി പറഞ്ഞാൽ ഇത്രയാണ്, പേടിക്കേണ്ട. എല്ലാം ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഫസ്റ്റ് ബൈ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 3 ഓപ്ഷൻ കാണാം. ഡിഫോൾട്ട്, ലാർജ് ആൻഡ് സ്മോൾ. ഒന്നുമില്ല, വലിയ എമൗണ്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ലാർജ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ബാക്കി ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ മതി. സോ ഇവിടെ നമുക്ക് ലാർജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ 5500 റുപ്പീസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട് ബൈ ചെയ്യാനായിട്ട്. അതിൻ്റെ താഴെ റിവാർഡ്സ് ആയിട്ട് 165 റുപ്പീസ് കാണുന്നുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ 5500 രൂപ കൊടുത്തിട്ട് നമ്മൾ അത് പർച്ചേസ് ചെയ്താൽ അല്ലെങ്കിൽ ബൈ ചെയ്താൽ നമുക്ക് റിവാർഡായിട്ട് 165 രൂപ കിട്ടും. അതായത് നമുക്കത് ARB കോയിൻസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അതായത് 5500 പ്ലസ് 165 അതായിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് അത് വരും. സോ നമുക്ക് ആ 5500 പ്ലസ് 165 റുപ്പീസിൻ്റെ ആ ഒരു ARB കോയിൻസ് നമുക്ക് സെല്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് ക്യാഷ് ആയിട്ട് വരും. സിംപ്ലി ആ 165 റുപ്പീസ് ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കിയാൽ മതി, ഒരൊറ്റ ട്രാൻസാക്ഷനിൽ നിങ്ങൾക്ക് 165 റുപ്പീസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വലിയ എമൗണ്ട് തന്നെ ചൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതും ചൂസ് ചെയ്യാം. പല എമൗണ്ട്സ് ഉണ്ട്. സ്മോൾ എടുത്താൽ 100 റുപ്പീസിന് വരെ സ്റ്റാർട്ട് ആകും. പക്ഷേ അതിന് റിവാർഡ്സും അതനുസരിച്ച് കുറവായിരിക്കും. നോ വറീസ്, ഞാനൊരു ഓവർവ്യൂ പറഞ്ഞു തന്നതാണ്. എല്ലാം ഞാൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ആൻഡ് ഇത് നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്യാനായിട്ട് ഒന്നുമില്ല, ഡിഫോൾട്ടിൽ നിന്ന് ലാർജിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്താൽ മതി. ജസ്റ്റ് ലൈക്ക് ദിസ്. അപ്പോൾ നിങ്ങൾക്കിത് റിഫ്രഷ് ആവുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ബൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് വരണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഞാൻ ബൈ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ കാണിക്കുന്നത് ദ ഓർഡർ വാസ് ബോട്ട് ബൈ സമ്മോൺ എന്നാണ്. കാരണം അത് ഹ്യൂജ് ട്രാഫിക് ഉള്ളത് കൊണ്ടാണ്. കാരണം കുറേ ആൾക്കാർ നമ്മളെപ്പോൾ തന്നെ ബൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിപ്പീറ്റഡ്ലി അതിനെ ക്ലിക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. അതായത് ഒരു 5 പ്രാവശ്യം 10 പ്രാവശ്യം എന്നല്ല, കൂടുതൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ അത് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ട്രാഫിക് കുറവാണെങ്കിൽ അത് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങളതനുസരിച്ച് ചെയ്യാം. സോ ഇവിടെ ഞാൻ ലൈവായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാണ്. ആദ്യം തന്നെ ഇതിനു മുമ്പ് നിങ്ങൾ കളക്ഷനിൽ പോയിട്ട് നിങ്ങൾ എന്തിനാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ KYC നോർമൽ ആണോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നോർമൽ ആക്കുക, ഞാൻ പറഞ്ഞതുപോലെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് പേയ്മെൻറ്റ് വേണ്ടത് അത് നോക്കാം. റിപ്പീറ്റഡ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം, ഞാൻ ഇവിടെ ചെയ്യുന്ന പോലെ. എന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും ബൈ ഓപ്ഷൻ റിപ്പീറ്റഡ്ലി ക്ലിക്ക് ചെയ്യാം. ഇവിടെ എനിക്ക് ആദ്യം കിട്ടുന്നുണ്ടായിരുന്നില്ല, ഞാൻ റിപ്പീറ്റഡ് ക്ലിക്ക് ചെയ്ത് എനിക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഏതാണ് നിങ്ങൾ പേയ്മെൻറ്റ് ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരിക. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, അവിടെ സെൻഡ് എന്ന ബട്ടൺ ഞെക്കി OTP ജനറേറ്റ് ചെയ്യാം. എന്നിട്ട് ആ OTP നിങ്ങൾ അവിടെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാം. ഇനി നമ്മൾ ക്യാഷ് സെൻഡ് ചെയ്യേണ്ട ആളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ട്. നമ്മളവിടെ അക്കൗണ്ട് നമ്പർ എല്ലാം കോപ്പി ചെയ്ത് നേരെ
UPIയിലേക്ക് പോകാം. എന്നിട്ട് അവിടെ ആഡ് ബാങ്ക് അടിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ബാങ്ക് ഏതാണോ അത് നമ്മൾ സെർച്ച് ചെയ്ത് അവിടെ നോക്കി സെർച്ച് ചെയ്യാം. എന്നിട്ട് ആ ബാങ്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് അവിടെ അക്കൗണ്ട് നമ്പർ നമ്മൾ കോപ്പി ചെയ്യാം, അത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. എല്ലാം കൺഫേം ചെയ്ത ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാം. ഞാനിവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പേയ്മെൻറ്റ് ചെയ്ത ശേഷം നമുക്കിവിടെ UTR എന്ന് പറയുന്നൊരു നമ്പർ കാണാം. അതൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു നമ്പറാണ്. അത് തെറ്റാതെ നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നോക്കിയിട്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അടിക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ അടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ബാക്ക് എടുക്കുമ്പോൾ നമുക്ക് അത്രയും, അതായത് 3090 കോയിൻസ് നമുക്ക് കയറിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അതിൻ്റെ ടോട്ടൽ ആദ്യം 1000 ചില്ലറായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ 4000 സംതിങ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് സെല് ചെയ്യാം. സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ 4100 രൂപയാണ് സെല് ചെയ്യുന്നത്. കാരണം മിനിമം 100 റുപ്പീസാണ് സെല് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആദ്യം ആ റെക്കമെൻഡഡ് ഫാസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഡയറക്റ്റ് സെല് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ലാസ്റ്റ് 0 നമ്പർ വരുന്ന ഡിജിറ്റ് മാത്രമേ നമുക്ക് സെല് ചെയ്യാൻ പറ്റൂ. മിനിമം 0 അങ്ങനെയാണ്. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 4100 റുപ്പീസ് സെല് ചെയ്തത്. എന്നിട്ട് സെല് ചെയ്യുമ്പോൾ നമുക്ക് പല ആൾക്കാരായിട്ട് നമുക്ക് നമ്മുടെ കോയിൻസ് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് പല എമൗണ്ട്സിലായിരിക്കും വരുന്നതായിരിക്കും. അപ്പോൾ ചില ആൾക്കാരുടെ ഓർഡർ ക്യാൻസലായി പോകുന്നതായിരിക്കും. അതുകൊണ്ട് ഒന്നും കൂടി വിഷമിക്കേണ്ട, വേറെ ആൾ വന്നത് ഫില്ല് ചെയ്യുന്നതായിരിക്കും. ഇനി അങ്ങനെ വന്നില്ല എങ്കിൽ നമ്മുടെ കോയിൻ തിരിച്ച് നമ്മുടെ വാലറ്റിലേക്ക് തന്നെ കയറുന്നതായിരിക്കും. നമുക്ക് വീണ്ടും അത് സെൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ആരൊക്കെ നമ്മുടെ പർച്ചേസ് ചെയ്തു, ഏതൊക്കെ ക്യാൻസലായി, ഏതൊക്കെ റീസെല്ലായി എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൂഫ് കാണിക്കുന്നുണ്ട്. ഫോൺ പേ ആ എമൗണ്ടൊക്കെ എങ്ങനെയാണ് വന്നതെന്ന്, എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. വിത്ത് പ്രോഫിറ്റോടെ കൂടിയാണ് നമുക്ക് ക്രെഡിറ്റ് ആയിരിക്കുന്നത്. സോ ചുരുക്കി പറഞ്ഞാൽ ഇത്ര സിമ്പിളാണ്. നിങ്ങൾക്ക് ഡെയിലി 500 റുപ്പീസ് മാത്രമല്ല, അതിൽ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, UPIയിൽ ഡെയിലി 20 ട്രാൻസാക്ഷൻസ് ഓർ 1 lakh റുപ്പീസ് വരെയാണ് ലിമിറ്റ് ഉള്ളത്. സോ അത് ക്രോസ് ചെയ്യരുത്. മിനിമം ഒരു 10 ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്താൽ മതി. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഡെമോ കാണിച്ചപ്പോൾ തന്നെ എനിക്ക് വെറും ഒരു ട്രാൻസാക്ഷനിലൂടെ 90 രൂപയാണ് ഉണ്ടാക്കാൻ സാധിച്ചത്. സോ അങ്ങനെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഓൾവേസ് റിമെമ്പർ ദിസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഓൾവേസ് KYC നോർമൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം ബിഫോർ each and every transactions and sales. The next one is bank details ഒക്കെ തെറ്റാതെ നോക്കി എൻ്റർ ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് UTR കറക്റ്റായി നോക്കി ടൈപ്പ് ചെയ്യണം, മസ്റ്റാണ്, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഫെയിലാവും. ദ നെക്സ്റ്റ് വൺ ഈസ് ഫ്രയോയിലാണെങ്കിലും പോലും സെയിം ആണ് പ്രൊസീജിയേഴ്സൊക്കെ, ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ഫില്ല് ചെയ്യണം. അതേപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് UTR കിട്ടുന്നതായിരിക്കും ആഫ്റ്റർ ദ ട്രാൻസാക്ഷൻസ്. ആ UTRും കറക്റ്റായിട്ട് അതേപോലെ തന്നെ ഫില്ല് ചെയ്യണം. ബാക്കിയൊക്കെ സെയിം ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അറിയാതെ ക്ലിക്ക് ചെയ്തു നിങ്ങൾക്കത് ബൈ ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് പോയി ഓർഡർ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, എൻ്റെ ലിങ്കിലൂടെ മാത്രം നിങ്ങൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഒരുപാട് സ്കാംസ് ഉണ്ട്, ഒരുപാട് ഫേക്ക് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിലൂടെ തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾ ഇതിലൂടെ തന്നെ വന്നാൽ നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫറിലൂടെ എക്സ്ട്രാ അഡീഷണൽ കമ്മീഷൻ, അതായത് നിങ്ങൾക്ക് അഡീഷണൽ റിവാർഡും കിട്ടുന്നതായിരിക്കും. Last and final, why so late? Make some money.